കൂട്ടിക്കൊണ്ടുള്ള കൊലപാതകം. അവൻ എത്ര നാൾ അവിടെ പഠിച്ചതല്ല, സംസ്കാരം കഴിഞ്ഞോ, അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു, ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ല. വരണ്ടല്ല അവര്, നല്ലൊരു വാക്ക് പറയാലോ. എന്റെ മോനെ ക്രൂരമായി അവർ ചതിച്ചു വന്നതാണ്. പിന്നെ അവർ 3 നിലയെന്ന് ചാടിയെന്ന് പറയും. ബോഡി ഇവിടെ കൊണ്ടുവന്നോ നിങ്ങളെല്ലാം കണ്ടേയില്ലേ? എനിക്കറിയാം, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. കൊല ചെയ്തതാണ് അവന്. എന്റെ ഈ വീട്ടിൽ വരുമ്പോൾ അവൻ ബാഗില് ഈ ബാക്കിയുള്ള ഡ്രസ്സുകൾ കൊണ്ടുവന്നതിന്റെ കൂടെ ടെസ്റ്റുകളെല്ലാം കൂടെയാണ് വന്നത്. ഭയങ്കര വെയിറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ വഴക്ക് പറയും, എന്ത് മോനെ നീ ഇതെല്ലാം വരും? അച്ഛാ എനിക്ക് ഇവിടെ 4 ദിവസം ഉണ്ടല്ലോ, 4 ദിവസം പഠിക്കാനാണ്, നീറ്റും കൂടെ ചെയ്യില്ലേ, ഇതെല്ലാം കൂടെ എന്നെ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പറ്റൂല. അങ്ങനെ എന്റെ മോനെ ക്രൂരമായി അവർ ചതിച്ചു വന്നതാണ്. പിന്നെ അവർ 3 നിലയെന്ന് ചാടിയെന്ന് പറയും. ബോഡി ഇവിടെ കൊണ്ടുവന്നോ നിങ്ങളെല്ലാം കണ്ടേയില്ലേ? അവന്റെ ഇവിടെ ഒരു ചെറിയ മുറിവ്, ഇവിടെ 2 ഓറൽ വലിയ ഉള്ളായിരുന്നു. അവർ പറഞ്ഞ ബാക്ക് തലയടിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പല്ലിനൊരു, ഞാൻ എല്ലാം നോക്കി, ബോഡി മറ്റേ ഫ്രീസറിന്റെ അടപ്പെടുത്തപ്പോഴും അവന് പല്ലിന് ഒരു കുഴപ്പമില്ല, ഒരു പല്ല് പോലും പൊട്ടിയിട്ടില്ല. ഇത്രയും നിലയേറെ മേളിൽ നിന്ന് പല്ലിയിട്ടാലും ചാടിയാൽ പോലും അങ്ങനെ സംഭവിക്കേണ്ടതില്ല. ചെവിയിൽ മുറിവുകളില്ല. പിന്നെ എനിക്കറിയാം, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. കൊല ചെയ്തതാണ് അവന്. ആത്മഹത്യയിൽ ഞാൻ പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങളും എനിക്കറിയാം. ഒരുപാട് മുറിവുകളും ചതവുകളും ഒക്കെ വരുമല്ലോ. പക്ഷെ ഇത് നിങ്ങളെല്ലാം കണ്ടല്ലേ? അവന്റെ മുഖത്തെന്തൊരു മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്, ഇവിടെ 2 ഓറലും ഉണ്ട്. അല്ലാതെ അവനൊന്നുമില്ല. ബാക്കി ഇങ്ങോട്ടൊന്നും ആരും കാണിച്ചില്ല, ഞാൻ കണ്ടുമില്ല. ഇങ്ങനെയാണ് വലിയ ഹൈറ്റുള്ള നിലയുടെ മണ്ടെന്നൊക്കെ വിദ്യാർത്ഥികൾ വീഴുന്ന ചാടിയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ എങ്ങനെയുള്ളത്. ഈയിടയ്ക്ക് തന്നെ നിങ്ങൾ അറിഞ്ഞല്ലോ, ഒരു വിദ്യാർത്ഥി എത്രയോ വർഷം കൊണ്ട് കിടക്കുകയായിരുന്നു. ആ വിദ്യാർത്ഥിയെ ഇപ്പോഴും കോടതിയുടെ സഹായത്തോടുകൂടി അവന്റെ ജീവൻ എടുത്തില്ലേ? എത്ര വർഷം ആ മാതാപിതാക്കൾ നോക്കി. അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ മോനെ ഉയരോടെ തന്നുകൂടായിരുന്നു അവർ. അല്ലെങ്കിൽ ഇവനുമായിട്ട് എന്തെങ്കിലും സ്റ്റാഫ് റൂമിൽ വെച്ച് ടീച്ചർമാർ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ മാതാപിതാക്കൾ ഞങ്ങളല്ലേ, ഞങ്ങളെ ഒന്ന് അറിയിച്ചൂടെ? സാമ്പത്തികമായി ഞങ്ങൾ കുറവേ ഉള്ളൂ, ഞങ്ങൾ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ സംസാരിക്കാനുള്ള കഴിവുകളുണ്ട്. എൻ്റെ മോൾക്ക് 2 മോൾക്ക് നല്ല വിദ്യാഭ്യാസങ്ങൾ, എഞ്ചിനീയറിങ്ങും ഡിഗ്രി എല്ലാം കഴിഞ്ഞ് എല്ലാം നല്ല രീതിയിൽ ക്വാളിഫയർ ചെയ്തതാണ് ആ കുട്ടികളെ. അവരെ വിളിച്ച് പറയാമല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ലേ വിദ്യാഭ്യാസം കുറവുള്ളൂ, ഞങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല? അപ്പോഴിത് കൊലപാതകമാണ്, അറിഞ്ഞ് കൂട്ടിക്കൊണ്ടുള്ള കൊലപാതകം. ഈ യവന് സർക്കാർ മെറിറ്റിലാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് യവനെ എടുത്ത് കളഞ്ഞിട്ട് അടുത്ത വർഷം ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഒരുത്തനെ കയറ്റിയ അവർക്ക് ഈ മാനേജ്മെന്റ് ട്രസ്റ്റിൽ 50 ലക്ഷം രൂപ ലാഭമല്ലേ, അല്ല 75 ലക്ഷം രൂപ. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ചെയ്തത്. നിങ്ങളിത് പുറത്ത് കൊണ്ടുവരണം. സിദ്ധാർത്ഥൻ ഉണ്ടായതുപോലെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്റർ പോലും ഇല്ല സിദ്ധാർത്ഥന്റെ വീട്. പൂക്കോട് ആശുപത്രിയിൽ വെച്ച് അവൻ ബസ് സ്റ്റാൻഡ് വരെ വന്ന ആ സിദ്ധാർത്ഥനെയാണ് തിരിച്ചു വിളിച്ച് റാഗ് ചെയ്ത് അവനെ കൊന്നത്. അതുപോലെ എന്റെ മോനെ കൊന്നതാണ്, അല്ലാതെ അവൻ ആത്മഹത്യ ചെയ്തില്ല. ഇത് വാടക വീടാണ്. അവന്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ അച്ഛനും അമ്മയെ കഷ്ടപ്പെടണ്ട, അച്ഛൻ പെയിന്റ് അടിച്ചല്ലേ ഞങ്ങളെ ഇത്രയും നാല് വളർത്തി വിദ്യാഭ്യാസം ചെയ്തത്, അമ്മ കൂലിപ്പണിയെടുത്തല്ലേ ചെയ്തത്. പക്ഷെ ഞാൻ വളർന്ന് ഈ ഇന്ത്യയിലും കേരളത്തിലും ഇത് ജോലി ചെയ്യാതെ പഠിച്ച് ഞാൻ ജോലി നേടുന്നത് UK അവിടെ ഞാൻ ഒരു 10-15 വർഷം സർവീസ് എടുക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള എല്ലാ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള എല്ലാം ചെയ്യുമെന്ന് ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും കെട്ടിടത്തിന്റെ മുമ്പേ ഒന്ന് ചാടൂ? ഇല്ല, ചാടാൻ അവന് പറ്റൂല. കാരണം അവന് ഇവിടെ ആഴ്ചയോറും വരുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പൈസ കൊടുത്തിട്ട് എല്ലാം കളക്ട് ചെയ്യണത്. അവൻ സാധനങ്ങളെല്ലാം തള്ളയും കൂടെ വിളിച്ചോണ്ട് പോയി ഓട്ടോയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നവനാണ് അവൻ. എല്ലാ കാര്യവും കുടുംബകാര്യങ്ങളും അറിഞ്ഞ് ചെയ്യണവനാണ് അവൻ. ഒരിക്കലും ഒന്നും ചെയ്യൂല, അറിയാം. എന്നെ എപ്പോഴും തോളി കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഞായറാഴ്ച ദിവസം ഞങ്ങള് അപ്പുറത്ത് ബേക്കറിയിലൊക്കെ പോകുമ്പോൾ എന്റെ തോളിൽ കേട്ട് കൂട്ടുകാരെ പോലെയാണ് നടക്കുന്നത്. അവൻ എന്നെ ചതിക്കാൻ പറ്റൂല, എന്റെ കുടുംബത്തെ ചതിക്കാൻ പറ്റൂല. അവൻ അങ്ങനെ വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യൂല. കൊലപാതകം തന്നെയാണ്, അറിഞ്ഞ കൂട്ടിക്കൊണ്ട്. നിങ്ങളത് പുറത്തു കൊണ്ടുവരണം. എനിക്കിത്രയേ പറയാനുള്ളൂ. ഇല്ല, ആരും ബോഡിക്ക് മുമ്പും ബോഡി വന്നതിന് ശേഷവും വന്നുമില്ല ഇതുവരെയും. അവൻ എത്ര നാൾ അവിടെ പഠിച്ചതല്ല, സംസ്കാരം കഴിഞ്ഞോ, അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു, ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ല. വരണ്ടല്ല അവര്, നല്ലൊരു വാക്ക് പറയാമല്ലോ. ഒരു ഫോൺ എന്റെ എല്ലാവരും നമ്പർ അവരുടെ കയ്യിലുണ്ട്, HODയുടെ കയ്യിലുണ്ട്, പ്രിൻസിപ്പലിന്റെ കയ്യിലുണ്ട്, അവിടുത്തെ സ്റ്റാഫ് റൂമുകളിലെല്ലാം ഉണ്ട്, ഓഫീസിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വാക്ക് എന്നെ വിളിച്ച് അച്ഛ എന്നൊക്കെയാണ് അവർ വിളിച്ച് സംബോധന.
മോന്റെ അടക്കം കഴിഞ്ഞ സംസ്കാരം നമ്മൾ വേറെ ഒന്നും പറയില്ലോ, അവരെ വേറെ ഒന്നും പറയില്ലോ. ഒരു വാക്ക് ഇതുവരെയ്ക്ക് ഒരു വിദ്യാർത്ഥിയോ അവിടെ പഠിക്കുന്ന അധ്യാപകരോ പഠിപ്പിച്ച അധ്യാപകരോ ചോദിച്ചില്ല. ഇവ എന്നേരം ഏകദേശം ഒരു വർഷത്തിനകത്ത് പഠിച്ചതില്ലേ അവിടെ, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത് ചെയ്യണവരാ കുടുംബക്കാർ ആ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയും പറഞ്ഞുവിടല്ലേ. കാരണം ഞാൻ അതിനകത്ത് പോയി അനുഭവിച്ചവനാണ്. 4 പ്രാവശ്യമാണ് പോയത്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക്. ഒരു പ്രാവശ്യം എൻ്റെ മൂത്ത മരുമകനും വന്നായിരുന്നു. ആ മരുമകനും അനുഭവിച്ചാണ് അവിടെ 150 ഏക്കറിലാണ് ക്യാമ്പസിനകം കിടക്കണം. കാടും കെട്ടിടങ്ങളും, ചില കെട്ടിടങ്ങളെന്ന വൃത്തിയും വെടിപ്പും ഇല്ലാതെ ഇങ്ങനെ ഒരു കെട്ടിടത്തിലാണ് എൻ്റെ മോനെ ഓട്ടിച്ച് കയറ്റിയത്. ഓട്ടിച്ചല്ല, ഈ ഉച്ച സമയത്ത് അവിടെ ഓടിപ്പോയി കയറേണ്ട കാര്യമൊന്നുമില്ല. എത്ര അവനെ ടോർച്ചർ ചെയ്താലും ഈ ലൈബ്രറിയും കിടന്ന് ആ ബിൽഡിങ്ങിൽ, ആ പട്ടികൾ കയറി താമസിക്കുന്ന ബിൽഡിങ്ങിൽ അവൻ ഓടിക്കയറി ചാടേണ്ട ഒരു കാര്യമില്ല. അവൻ കയറേണ്ട കാര്യമില്ല. കാരണം അത് നിങ്ങളെ ക്യാമ്പസിനകത്ത്, നിങ്ങളെ ചാനലിന് കണ്ണൂർ മേഖലയിലെല്ലാം ഉണ്ടല്ലോ, അവരോട് തിരക്കാൻ പറയണം ആ ബിൽഡിംഗ് ഇരിക്കണം. ആ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ എൻ്റെ മോൻ ഒരിക്കലും കയറില്ല, ഓട്ടിച്ച് കയറ്റിയതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വിഷ്വൽസ് ഉണ്ട്, CCTV ഉണ്ട്. അവർക്ക് എല്ലാം അറിയണമല്ലോ, എല്ലാം പുറം ലോകം അറിയിക്കണമല്ലോ. ഓടിക്കറിയിട്ട് പിന്നെ കാണാത്ത ബാക്കി കാര്യങ്ങൾ ബാക്കിയില്ല സംവിധാനം. അപ്പോൾ എല്ലാം വ്യക്തമായ പ്ലാൻഡായിരുന്നു, വ്യക്തമായ മർഡറായിരുന്നു. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവന് ചെയ്യാനുള്ള കപ്പാസിറ്റി അത്ര ഇല്ല. 35-40 കിലോ വെയിറ്റേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളെ പോലീസ് അന്വേഷണം നീതി കിട്ടൂല. കാരണം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ നീതി ലഭിച്ചില്ല, പല കുട്ടികൾക്കും നീതി ലഭിച്ചു. ഇന്നൊരു വിദ്യാർത്ഥി, സിദ്ധാർത്ഥന്റെ അമ്മ വന്ന ശേഷം വേറൊരു വിദ്യാർത്ഥി ചാടി ആത്മഹത്യ ചെയ്ത് കോഴിക്കോട് എങ്ങനെയാണെന്ന് തോന്നുന്നു, മൂവാറ്റുപുഴയോ അങ്ങനെ, ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ വന്നു, അവർക്ക് നീതി കിട്ടിയിട്ടില്ല. ഇന്നും ഇറങ്ങി കയറിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പണച്ചാക്കുകളാണ് നിയന്ത്രിക്കുന്നത്. ഞങ്ങൾക്ക് പണമല്ല, സ്വാധീനമല്ല, അതുകൊണ്ട് നീതി കിട്ടൂല. ഒരു സസ്പെൻഷൻ കൊണ്ട് അവന് നീതി കിട്ടുമില്ല, ഡിസ്മിസ് കൊണ്ട് കിട്ടുമില്ല. വധശിക്ഷ വാങ്ങിക്കൊടുത്ത് ഇവരെ തുറുങ്കിലടക്കണം ഈ 3 പേരെ. ആ കമൽ എന്ന് പറയുന്ന വാർഡൻ, ആ വാർഡൻ എൻ്റെ കൂടെയൊക്കെ മൃഗീയമായി, ഇവൻ്റെ കൂടെയൊക്കെ മൃഗീയമായാണ് ഇടപെട്ടത്. അപ്പോഴവർക്കും മക്കളുകളുണ്ട്, മേലിൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കല്ലോ. ഈ കോളേജിൽ ഈ വ്യക്തമായി അതിനകത്ത് ഇടപെട്ട് ഈ ഇങ്ങനെയുള്ള സാറന്മാരെ എല്ലാം പിടിച്ച് പുറത്താക്കി, സീനിയർ വിദ്യാർത്ഥി റാഗ് ചെയ്യണവരന്മാരെ എല്ലാം പിടിച്ച് പുറത്താക്കി. ഒന്നും കൂടെ നമ്മളെ കെട്ടിടങ്ങൾ പെയിന്റ് ചെയ്യുമ്പം വൈറ്റ് വാഷ് അടിക്കുമ്പോൾ അതിന് പുതിയൊരു ഇത് വരും, അത് കളർഫുൾ വരും, ഒരു തെളിച്ചം വരും. അങ്ങനെ ഒരു വെട്ടം വീണ കോളേജാണ്. ഇപ്പം വെട്ടമില്ല, നിങ്ങൾ അകത്ത് പോയാൽ കയറ്റി വിടുവില്ലായിരുന്നു. കാരണം എന്താ, എൻ്റെ ഹോസ്റ്റലിൽ മോൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ കയറ്റി വിടില്ല. അവിടെ കയറ്റി വിടാത്ത കാര്യം എന്താണ്, വാച്ചറുണ്ട്. വാച്ചറിന്റെ പ്രിൻസിപ്പലിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ കയറ്റി വിടുമല്ലോ. അവിടെ ചെന്നാൽ അവിടുത്തെ വാർഡുണ്ട്. വാർഡ് ആദ്യം കയ്യും കെട്ടിയെന്ന് എല്ലാം സംസാരിച്ചിട്ട് അയാളെ ഓഫീസിൽ കൊണ്ട് ബാക്കി എഴുതി വെച്ചിട്ട് പുറത്തു വിടുമല്ലോ. ഉദ്ദേശിക്കുന്നു. കാരണം എന്ന് പറയാൻ എൻ്റെ മോന് മേളിൽ നീതി കിട്ടും. നാളെ പ്രിയ സുരേഷ് ഗോപി സാർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയാൻ നാളെ ഗവർണറുമായിട്ട് സംസാരിച്ച് അതിൻ്റെ നടപടികൾ എടുക്കുമെന്ന് പറയും. ആ രീതിയിലെങ്കിലും എന്തെങ്കിലും ചെയ്ത്, കാരണം ആ കോളേജ് അങ്ങനെയാണ്. അവിടെ അഴിമതി കൊണ്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഫസ്റ്റിൽ അവിടെ പോയപ്പോൾ എൻ്റെ മോൻ ഇതേപോലെ ജനൽ പറഞ്ഞു, ജനലിൻ്റെ സൈഡിലെ ബെഡാണ് കിട്ടിയത്. ഫസ്റ്റ് ആണുങ്ങളിൽ അവനാണ് ഹോസ്റ്റലിൽ പ്രവേശിക്കുന്നത് ഫസ്റ്റിൽ. അപ്പോഴവൻ തുറന്നു നോക്കിയാൽ കുപ്പി, ഇതിൻ്റെ മുകളിൽ കുപ്പിയുടെ കൂമ്പാരം, ബിയർ കുപ്പികളും അതേപോലെ ഈ കളറും അതും ഇതും എല്ലാം. എൻ്റെ മോൻ ഇതൊന്നും അറിഞ്ഞുവിടല്ല. എന്നോട് പറഞ്ഞ അച്ഛൻ ഇതെന്തൊരു പല കളർ കുപ്പികൾ, ഇതെന്തൊരു പാനീയങ്ങളാണ്. ഞാൻ പറഞ്ഞ അതേ പാനീയങ്ങളാണ്. അങ്ങനെ അതെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇത് ഹോസ്റ്റലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വാച്ചറും വാർഡനും കഴിഞ്ഞാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെളിയിൽ നിന്നുള്ള ഒരാൾ അകത്തെ പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അവർക്ക് അവിടെ എന്തും ആവാം, മദ്യമാവാം. ഈ റാമും സീനിയർ വിദ്യാർത്ഥികളും ഡ്രഗ്സിന്റെ അടിമകളാണ്, ഡ്രഗ്സ് അടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അടിച്ചുകൊണ്ടാണ് എൻ്റെ മോനെ ഇത് ചെയ്തിരിക്കുന്നത്, യാതൊരു സംശയമില്ല. പാറ്റൂർ എന്ന് പറയണ പാറ്റൂർ എന്ന് പറയണ തിരുവനന്തപുരം, നമ്മുടെ തലസ്ഥാനം. കണ്ണൂർ എവിടെ കിടക്കുന്നത്, അവിടെയുള്ള ഒരു താടി വെച്ച പയ്യുണ്ട്. അവൻ വന്ന് അന്ന് പരിചയപ്പെട്ടവൻ ഞാൻ പറഞ്ഞു വിലയ്ക്കും പറഞ്ഞ് എൻ്റെ മോനെ കൂടെ നോക്കിക്കൊള്ളാം, തിരുവനന്തപുരത്തുകാരനാണ്, അവൻ കുഞ്ഞാണ്, ഇത്തിരി വളർന്നവനാണല്ലേ, മാമ അങ്കിളെ ഞാൻ നോക്കിക്കോളാം എൻ്റെ കുട്ടിയിൽ. പക്ഷേ റാഗിങ്ങിൽ അവനാണ് മുമ്പേ ഉണ്ട്. അറിയാം ഈ ജില്ലക്കാരൻ. കാരണം എന്തിനാണ്, അവന് പണം കുറവായിരുന്നെന്നാണ് അറിവ്. മറ്റന്മാരെ കൂടെ നടന്ന് അവൻ്റെ കൂടെ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അടിച്ച് അവരെ കൂടെ നടന്ന് എൻ്റെ കുട്ടി അവനും മുൻപന്തിയിൽ റാഗ് ചെയ്തു. ഇല്ല, കോടതിയെ സമീപിക്കും. കാരണം എന്ന് പറയാൻ എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂലല്ലോ. എനിക്കൊരു വീട് പോലും ഇല്ല, അവൻ വീടെല്ലാം വെച്ച് തരാമെന്ന് പറഞ്ഞേക്കും. എനിക്ക് അതിനുള്ള അനുകൂലമായ എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരും കൂടെ നടത്തി തരണം. ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും സപ്പോർട്ടിങ് എനിക്ക് ആവശ്യമാണ്.